ഗ്രന്ഥകാരി ചിഞ്ചു സൂസൻ തോമസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം നിർവഹിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക, എന്റെ പുരുഷൻ, താലന്ത് പോലുള്ള കൃതിയുടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട, ഏറെ വായനാ സമൂഹമുള്ള എഴുത്തുകാരി ശ്രീമതി ഹണി ഭാസ്കറാണ്. സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് എഴുത്തുകാരിയുടെ സഹയാത്രികൻ ശ്രീ ജിതിൻ ജോയ് എബ്രഹാം, പ്രിയപുത്രൻ അന്ത്രയോ ജിതിൻ, ഇരുവരെയും സ്നേഹാദരം ക്ഷണിക്കുന്നു. ആശംസകൾ നേർന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കേരളി ബുക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഒ അശോക് കുമാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകപ്രകാശനം റേച്ചൽ തോമസ് സ്വപ്നം കാണുകയാണോ എന്നുള്ള അനുഭവത്തിലൂടെ ആരംഭിക്കുന്ന നോവായി എന്ന കഥയിലൂടെയാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. ഭൂമിയുടെ പ്രണയം, നിർലോഭ പ്രണയം, പ്രവാസം ഉൾപ്പെടെ വ്യത്യസ്തമായ വിഷയങ്ങൾ, മനുഷ്യാവസ്ഥയുടെ നാനാർത്ഥങ്ങൾ തേടുന്നൊരു കഥാപുസ്തകമാണ്. വളരെ ലളിതമായ ഭാഷയിൽ എഴുതുകയും വളരെ കൃത്യമായ കഥാപാത്ര നിർമ്മിതിയിലൂടെ നമുക്ക് നമ്മുടെ വായനയിൽ ഓരോ വ്യക്തിയെയും കഥയിൽ പ്രതിപാദിക്കുന്ന വിഷയത്തോടൊപ്പം കഥാപാത്രങ്ങളെ കൂടി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ഒരു ആഖ്യാനമാണ് ചിഞ്ചു സൂസൻ തോമസിൻ്റേത്. ഈ പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെടണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പുസ്തക പ്രകാശനം നിർവഹിച്ചിട്ടുള്ള ഹണി ഭാസ്കർ സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വായിക്കാത്ത പുസ്തകത്തെക്കുറിച്ച് ഒരുപാടൊന്നും നമുക്ക് സംസാരിക്കുന്നത് അതിലൊരു വലിയ ശരികേടുമുണ്ട്. അതുകൊണ്ട് ഞാൻ പുസ്തകത്തെക്കുറിച്ചും എഴുത്തുകാരിയെക്കുറിച്ചും ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ ചിഞ്ചുവിനെ കാണുന്നത് ഈ നിമിഷം ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ്. ഞാൻ ആളെ വായിക്കാൻ പോകുന്നതും ഈ പുസ്തകം വഴിയായിരിക്കും. പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏതോ ദേശങ്ങളിൽ ഇരുന്ന് നമ്മളറിയാത്ത മനുഷ്യര് അക്ഷരങ്ങളിലൂടെ നമ്മളെ തൊടുന്നു എന്നുള്ളതാണ്. ഈ ഷാർജ ബുക്ക് ഫെയറിന്റെ ഇടനാഴിയിലേക്കൂടെ നടക്കുമ്പോൾ എനിക്കൊരു പരിചയമില്ലാത്ത മനുഷ്യരാണ് എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളെ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്ത് ഈ രീതിയിലൊക്കെ ഞങ്ങളെ തൊടാറുണ്ട് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു എഴുത്തുകാരന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിക്ക് കിട്ടുന്ന അത്തരത്തിലുള്ള സൗഭാഗ്യമൊന്നും മറ്റേതെങ്കിലും ഒരു കലയ്ക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ട ചിഞ്ചു പ്രവാസിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന്റെ പിൻകവറിൽ എഴുതിയിട്ടുണ്ട്, ആള് കഥകളിൽ പ്രവാസം കണ്ടന്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമകാലിക സംഭവങ്ങൾ ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് എല്ലാ വേദിയിലും ഇരുന്നിട്ട് ഞാൻ പറയാറുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ദേശത്തെ, കാലത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരന്റെ, എഴുത്തുകാരിയുടെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ചിഞ്ചു അത് കഥകളിലേക്കൂടെ പറഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തുകാരിക്ക്, പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും. പുസ്തകം ഞാൻ തീർച്ചയായിട്ടും വായിക്കും. പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായം എഴുത്തുകാരി അറിയിക്കുകയും ചെയ്യും. ആശംസകൾ. നന്ദി, സ്നേഹം. ഹലോ. ഇവിടെ
ഇവിടെ എനിക്ക് പരിചിതമായ മുഖങ്ങളുണ്ട്, അപരിചിതമായ മുഖങ്ങളുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മഞ്ഞ മന്ദാരം എൻ്റെ ആദ്യ കഥാസമാഹാരമാണ്. ഇതിൽ 28 കഥകളാണുള്ളത്. പ്രണയം, ഓർമ്മകൾ, അനുഭവങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഇവയൊക്കെയാണ് മഞ്ഞ മന്ദാരം. ഞാൻ കഴിഞ്ഞ 4 വർഷമായി എഴുതുന്ന കഥകളിൽ നിന്നും തിരഞ്ഞെടുത്ത 28 കഥകളാണ്. ഇതിൽ അവാർഡ് കിട്ടിയ കഥകളുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ എൻ്റെ പരിചയക്കാരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കും, ഇത് നിങ്ങളുടെ അനുഭവമാണോ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ സംഭവിച്ചതാണ് എന്നൊക്കെ എന്നോട് ചോദിക്കാറ്. ആ സമയത്തൊക്കെ ഞാൻ പറയും, ഇതൊന്നും എൻ്റെ ജീവിതാനുഭവം അല്ല, ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ ഞാൻ ആ സമയത്ത് പറയും. പക്ഷെ ഇപ്പോഴൊന്നും അതൊന്നും ചോദിക്കാറില്ല. അപ്പോൾ ഒരു റൈറ്റർ അത് എൻ്റെ സ്റ്റോറിയാണ് എന്ന് പറയാതെ ഒരിക്കലും അത് അയാളുടെ ജീവിതാനുഭവമാവുന്നില്ല, ജീവിത കഥയാവുന്നില്ല. അതൊക്കെ നമ്മുടെ വായനക്കാരൻ്റെ ഭാവനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു കഥ വായിക്കുമ്പോൾ ആ കഥയിലെ കഥാപാത്രമാവാൻ നമുക്ക് ഓരോരുത്തർക്ക് കഴിയുന്നില്ലേ, അതുപോലെ മഞ്ഞ മന്ദാരത്തിൽ പ്രണയമാണ് അതിൻ്റെ മെയിൻ കണ്ടന്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും നമ്മൾ പ്രണയിക്കണം. അങ്ങനെ പ്രണയിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഓരോ നിമിഷവും നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും, ക്രിയേറ്റീവ് ആക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചിന്തകളിൽ പുതുമയുണ്ടാകും. ആ പുതുമ നമുക്ക് നൽകുന്ന പുഞ്ചിരി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മഞ്ഞ മന്ദാരം പുതുമകൾ നിറഞ്ഞതാണ്, ഭാവനകൾ നിറഞ്ഞതാണ്. ഇതിലെഴുതിയിരിക്കുന്ന ഓരോ കഥകളും വളരെ ആസ്വദിച്ച് എഴുതിയ കഥകളാണ്. ഇത് നിങ്ങൾക്കിതൊരു നല്ല വായനാനുഭവമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്നെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും മാറ്റിവെച്ച ഈ സമയത്തിന് ഒരുപാട് താങ്ക് യു. സമർപ്പിച്ചിട്ടുള്ളത് കുടുംബത്തിന് തന്നെയാണ്. പ്രിയ ഭർത്താവ് ശ്രീ ജിതിൻ ജോയ് എബ്രഹാം 2 വാക്കുകൾ സംസാരിക്കുന്നു. എന്നെ സംസാരിക്കാൻ വിളിക്കുമെന്ന് ഞാൻ അറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വളരെ താങ്ക്സ്. ഫാമിലി, ഫ്രണ്ട്സ്, കൈരളി പബ്ലിഷേഴ്സിന് പ്രത്യേക ഒരു നന്ദി. ഹണി ഭാസ്കർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ എക്സ്റ്റൻഡഡ് ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഈ ഒരു സമയത്ത് ചിഞ്ചുവിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ആസ് എ ഫാമിലി വി ആർ വെരി പ്രൗഡ് ഓഫ് യു and we wish you the very best. Bright futures ahead for you. Thank you so much. പ്രിയ പുത്രൻ അന്ത്രയോ ജിതിൻ ജോയ്. Hi everyone, I want to say something. My mama is on her mood, so much that when I asked her something, she was like not responding. And mama did so all the best, my mama. ആശംസകൾ നടന്നുകൊണ്ട് ശ്രീ അശോക് കുമാർ LD ബുക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ കൊണ്ടുവന്നു. വളരെ വൈകി 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ചിന്തി ബോക്സിൻ്റെ പുസ്തകത്തിന് കഴിഞ്ഞു. മഞ്ഞ മന്ദാരം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് കുറച്ച് മാസങ്ങളായി, 3-4 മാസങ്ങളായി പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ഈ ഷാർജ മേളയിൽ റിലീസ് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ കൂടെ നിന്നു. വളരെ ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. ശരിക്കും തോന്നുന്നു പുസ്തകം ഏകദേശം ആദ്യ എഡിഷൻ തന്നെ കഴിയാറായി. വളരെ ചർച്ച ചെയ്യപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട കഥാസമാഹാരമാണ്. ചിഞ്ചുവിന് എല്ലാവിധ ആശംസകളും.